അസ്സലാമലൈക്കും. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ പുതിയ കവിത തുടങ്ങാൻ പോവാണ്. മാധവൻ അയ്യപ്പത്ത് എന്ന് പറയുന്ന ഒരു നിശബ്ദ കവി എന്ന് കൊണ്ട് ഉദ്ദേശിച്ചത് അധികം പുറം ലോകമായിട്ടൊന്നും വലിയ ബന്ധങ്ങളില്ലെങ്കിലും ഇറങ്ങി പ്രവർത്തിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ എഴുത്തിലൂടെ ജനങ്ങളെ കയ്യിലെടുത്ത ഒരു മഹാനായ കവിയാണ് മാധവൻ അയ്യപ്പത്ത്. പ്രകൃതിയോട് വളരെ അറ്റാച്ച്മെൻറ്റ്, നല്ല ബന്ധമുള്ളൊരു കവിയാണ് അദ്ദേഹം നമ്മളോട് ചോദിക്കുകയാണ് സാധ്യമെന്ത്, നമുക്കിനി എന്താണ് കഴിയാന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നോക്കാം നമുക്ക് കവിത. വേവലാതിയാണ് പോയുമെങ്കിൽ ജീവിതം കൊണ്ട് കാര്യമെന്താവോ. വേവലാതി എന്ന് പറഞ്ഞാൽ എന്താ? ദുഃഖമാണ് നമ്മളെ ജീവിതത്തിൽ എപ്പോഴും. അങ്ങനെ ആണെങ്കിൽ നമുക്ക് എന്താണ് ജീവിതം കൊണ്ട് കാര്യം അല്ലേ? നമുക്കൊന്ന് ഉല്ലസിക്കണ്ടേ? പ്രകൃതിയിലെ ഭംഗി കണ്ട് ആസ്വദിക്കണ്ടേ? ഇതൊന്നുമില്ല. ഫുൾ ടൈം വേവലാതിയാണെങ്കിൽ നമുക്ക് എന്താണ് അതുകൊണ്ടുള്ള കാര്യം? പുഞ്ചിരി തൂകി നിൽക്കും ഉഷസ്സും, അതായത് പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഉഷസ് പറഞ്ഞാൽ പ്രഭാതവും പൂഞ്ചിറക് വിടർത്തും കിളിയും, അതായത് പൂവിൻ്റെ ചിറക് വിടർത്തുന്ന കിളിയും പൂവണിഞ്ഞു ചമഞ്ഞ വനിയും, അതായത് പൂവ് ഇട്ട് വസ്ത്രമായി ഒരുങ്ങിയ വനി എന്ന് പറഞ്ഞാൽ ഭൂമിയും ജീവിതത്തോടൊരുമ്മ, അതായത് നമ്മുടെ ജീവിതത്തിനോട് ഒരു ഉമ്മ തരുമോ എന്ന് അവരിങ്ങനെ യാചിക്കേ. നേരമില്ലേ നമുക്കൊന്ന് നിൽക്കാൻ, ഇങ്ങനെയൊക്കെ യാചിച്ചിട്ടും ഒരു അല്പനേരമില്ലേ നമുക്കൊന്ന് നിൽക്കാൻ, അവരുടെ കൂടെ നിൽക്കാൻ. നമ്മളെന്താണ് ഉഷസ്, അതായത് പ്രഭാതത്തെയും കിളികളെയും പൂക്കളെയും ഒന്നും നമ്മൾ മൈൻഡാക്കുന്നില്ല അല്ലേ? നമ്മളതിനൊന്നും നേരം കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മളോട് യാചിക്കാണ്, ഒന്ന് അല്പനേരം നമ്മളോട് കൂടെ നിൽക്കുമെന്ന് ചോദിച്ച് യാചിക്കാണ്. നേരെ നിന്നൊന്ന് നോക്കി, അങ്ങനെ ഒന്ന് നിൽക്കാൻ മാത്രമല്ല, നേരെ നിന്നൊന്ന് നോക്കി രസിക്കാൻ, ഒന്ന് അല്പനേരം അതിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് കണ്ട് രസിക്കാൻ നമുക്ക് നേരമില്ലേ? കാഴ്ച വെക്കുവാൻ മുത്തുകളേന്തി. കാഴ്ച വെക്കാന്ന് പറഞ്ഞാൽ ആരെങ്കിലും വന്നാൽ അവർക്ക് മുമ്പിൽ വെച്ച് കൊടുക്കലാണ് കാഴ്ച. അങ്ങനെ കാഴ്ച വെക്കുവാൻ മുത്തുകളേന്തി. മുത്തുകളൊക്കെ ഏന്തി എന്ന് പറഞ്ഞാൽ പേറുക പറഞ്ഞാൽ നമ്മൾ കയ്യിൽ പിടിച്ച് നിൽക്കുക. കാട്ടുപുല്ലുകൾ നീളവേ നിൽക്കേ, കാട്ടുപുല്ലുകളൊക്കെ നീളത്തിൽ വരിയായിട്ട് നിൽക്കേ. അമ്പലത്തിൻ നടയിൽ അനേകം, അമ്പലത്തിൻ്റെ നടയിൽ തന്നെ അമ്പലത്തിൽ തുറക്കുമ്പോൾ ഒരു വാതിലുണ്ടാവും, അത് അവരുടെ നടയാണ്. അതായത് അവർ കാണിക്കകളൊക്കെ വെക്കുന്നത്, അതായത് എന്തെങ്കിലും വസ്തുക്കൾ, പഴങ്ങൾ, പുഷ്പങ്ങളൊക്കെ ദൈവത്തിന് സമർപ്പിക്കുന്ന സ്ഥലമാണ് ഈ നട. അപ്പം അമ്പലത്തിൻ നടയിൽ അനേകം, അമ്പലത്തിൻ്റെ ആ നടയിൽ അധികം ഒരുപാട് ചമ്പകങ്ങൾ വിടർന്നാടി നിൽക്കേ. ചമ്പകങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ സുഗന്ധമുള്ള പൂവാണ്. ആ പൂവ് വിടർന്നാടി, അതായത് വിടരുക പറഞ്ഞാൽ ഇങ്ങനെ തളിർത്ത് നിന്ന് ആടി നിൽക്കേ. അതിങ്ങനെ നമ്മളിങ്ങനെ പുൽകാൻ വേണ്ടി, നമ്മളൊന്നിങ്ങനെ സ്വീകരിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കേ. പൂങ്കവിളിൽ പവിയപ്പൊളിയിൽ, പൂങ്കവിളിൽ എന്ന് പറഞ്ഞാൽ പൂവിൻ്റെ കവിളിൽ, പൂവിൻ്റെ ഓരോ ഇതളുകളിൽ പവിയപ്പൊളിയിൽ, പവിയെന്ന് പറഞ്ഞാൽ എന്താണ്? രത്നം. പൊളി എന്ന് പറഞ്ഞാൽ കഷ്ണമാണ്. അപ്പം പവിയപ്പൊളിയിൽ പൂങ്കിനാക്കൾ ഒളി വിതറുമ്പോൾ, ആ പൂങ്കിനാവ് എന്ന് പറഞ്ഞാൽ കിനാവ് എന്ന് പറഞ്ഞാൽ സ്വപ്നം ഇങ്ങനെ വിതറുമ്പോൾ, വിതറാന്ന് പറഞ്ഞാൽ ഇങ്ങനെ പരന്നു നിൽക്കുമ്പോൾ, അമ്മമാരുടെ കൈവിരൽ തുമ്പിൽ ഉമ്മ വെച്ചു കിടാങ്ങൾ നടക്കെ. അതൊക്കെ കാണാൻ വളരെ രസമാണല്ലോ. അമ്മമാരുടെ കയ്യിലിങ്ങനെ ഏന്തി കൈയും പിടിച്ചിങ്ങനെ ചെറിയ കുട്ടികൾ, ഇങ്ങനെ കിടാങ്ങൾ എന്ന് പറഞ്ഞാൽ കുട്ടികൾ, അവരിങ്ങനെ ഉമ്മ വെച്ച് നടക്കുമ്പോഴും കണ്ണടച്ചു ജപിച്ചു നടന്നു. അപ്പോഴും നമ്മളെല്ലാവരും കണ്ണടച്ച് ജപിച്ച് എന്തെല്ലോ പറഞ്ഞ് നടന്നു. വിണ്ണിൽ എന്തു കൊതിക്കുന്നു നമ്മൾ, ഇങ്ങനെ നടന്നിട്ട് ഭൂമിയിൽ എന്താണ് കൊതിക്കുന്നത് നമുക്ക് എന്താണ് ഇതിനുകൊണ്ട് കിട്ടുന്നത്? നമ്മളൊന്ന് മൈൻഡാക്കിക്കൂടെ? അവരുടെ ആഹ്ലാദത്തിൽ പങ്കുചേർന്നൂടെ? പലരും നമുക്കായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കാണ്. പ്രകൃതി കാത്തു നിൽക്കുമ്പോൾ നമ്മൾ ആരും അതിനെ ഒന്ന് മനസ്സ് കൊടുക്കുന്നില്ല, ഒരല്പം നേരം പോലും. ഇനി പറയാം അടുത്തത്. പുല്ലുപായ വിരിച്ചു വിളിപ്പു, അതായത് പുല്ലിൻ്റെ പായ വിരിച്ച് വിളിക്കുകയാണ്. തെല്ലിരിക്കുവാൻ തായ്വര നമ്മെ, കുറച്ചു നേരം ഒന്ന് അതിൻ്റെ അടുക്കൽ നിൽക്കാൻ വേണ്ടി തായ്വര നമ്മളെ വിളിക്കുകയാണ്. തായ്വര എന്ന് പറഞ്ഞാൽ മലയിടുക്കിലൂടെ വെള്ളങ്ങളൊക്കെ വീഴുന്ന ആ തായ്വര ഉണ്ടല്ലോ, അതിൻ്റെ അടുത്തുള്ള ഓരോ സ്ഥലങ്ങൾ പ്രകൃതിയുടെ വളരെ ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. അതുപോലും നമ്മളെ പായ വിരിച്ച് നമ്മളെന്താക്കാണ്, ഒന്ന് ഇരിക്കോ എന്ന് പറഞ്ഞിങ്ങനെ കൊഞ്ചാണ്, യാചിക്കാണ്. ഒന്ന് തെല്ലിരിക്കുവാൻ തായ്വര നമ്മെ, എന്നിട്ടോ താലോലിച്ചിടുകന്നെ ഒന്നെന്ന താമരക്കുളമാട്, അതായത് താമരക്കുളം വിളിക്കാണ്, ഒരല്പം നേരം എന്നെയൊന്ന് താലോലിച്ചൂടെ എന്ന് പറഞ്ഞിട്ട് മാടി വിൽക്കേ. നിൽക്കാതെ ഓടുന്നു നമ്മളാ പാച്ചിൽ, എന്നിട്ടും നമ്മളെന്താണ് നിൽക്കാതെ ഓടുകയാണ്. ആ വെള്ളത്തിനെ പോലെ തന്നെ, വെള്ളപ്പാച്ചിൽ പോലെ നമ്മളിങ്ങനെ ഓടുകയാണ്. നോക്കി നിൽക്കുന്നു കാലികൾ പോലും, നമ്മളെ ഈ കഥ കണ്ടിട്ട് നോക്കി നിൽക്കുന്നു കാലികൾ എന്ന മൃഗങ്ങൾ പോലും, ഈ മനുഷ്യർക്ക് ഇതെന്തു പറ്റി?
അവരെന്താണ് ഈ പ്രഭാതത്തെയും ഈ പ്രകൃതിയെയും പ്രകൃതിയിലടങ്ങിയ ഒരു മരങ്ങളും കിളികളും പൂക്കളും തായ്വരകളൊക്കെ ഇവരെങ്ങനെ യാചിച്ച് വിളിച്ചിട്ടും ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും മനുഷ്യന്മാർക്ക് പറ്റുന്നില്ലേ? അത് കണ്ടിട്ട് കാലികൾ മൃഗങ്ങൾ പോലും നമ്മളങ്ങനെ നോക്കി നിൽക്കാണ്. നീരത തുണ്ടിലന്തി കതിർകൾ, അതായത് നീരതെന്ന് പറഞ്ഞാൽ മേഘങ്ങൾ, മേഘത്തുണ്ട്, അതായത് മേഘത്തിൻ്റെ കഷ്ണങ്ങൾ, കതിരുകൾ, അന്തി എന്ന് പറഞ്ഞാൽ സന്ധ്യ, അതായത് മേഘത്തിൻ്റെ കഷ്ണങ്ങൾ, സന്ധ്യയുടെ രശ്മികൾ മാരിവില്ല് വരച്ചു കളിക്കുക. അതായത് ആ സമയത്ത് മാരിവില്ല് പറഞ്ഞാൽ എന്താ, മഴവില്ല് വരച്ചു കളിക്കുക. അതായത് നമ്മൾക്ക് കാണാൻ ഭംഗിയുള്ളൊരു ചിത്രമാണ് അത്. മേഘകഷ്ണങ്ങൾ അതിൻ്റെ ഇടയിലൂടെ ആ സന്ധ്യാസമയത്ത് അതിങ്ങനെ വരയ്ക്കുന്ന അതിൻ്റെ രശ്മികൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓരോ അടയാളങ്ങൾ അതിങ്ങനെ നമുക്കിങ്ങനെ മാരിവില്ല് വരച്ചു കളിക്കേ, അതായത് മഴവില്ലിങ്ങനെ വരിച്ചിങ്ങനെ നമ്മളോട് കളിക്കേ. ആടുമേക്കുന്ന പെൺകിടാവെങ്ങോ, മാത്രമല്ല ആടിനെ മേയ്ക്കുന്ന പെൺകിടാവെങ്ങോ, അതായത് ആടിനെ മേയ്ക്കുന്ന നല്ല സുന്ദരികളായ പെൺകിടാങ്ങൾ, അതായത് പെൺകുട്ടികൾ, അവരൊക്കെ എങ്ങോ പാടും പാട്ടിൽ വെയിലലിയുമ്പോൾ, അവരുടെ ആ പാട്ട് കേട്ടിട്ട് വെയിൽ പോലും അലിഞ്ഞു പോകുന്ന ആ സമയത്ത് പോലും, മാത്രമല്ല അവരിങ്ങനെ പാടുന്ന നേരത്തും കുന്നിൻ ചായവിലെ പാറ വിളിപ്പു, ആ പാട്ട് കേട്ടിട്ട് കുന്നിൻ ചായവില, അതായത് കുന്നിൻ്റെ ചെരുവുണ്ടല്ലോ, ചെരുവിലെ പാറകൾ വിളിപ്പു, ആ നേരത്ത് ആ പാറകൾ പോലും നമ്മളെങ്ങനെ വിളിക്കാൻ, വന്നിരുന്നു നുകരുകീ ഭംഗി, ഇവിടെ വന്നിരുന്ന് നുകരാന്ന് പറഞ്ഞാൽ അനുഭവിക്കുക, ഒന്ന് ഇവിടെ വന്നിരിക്കൂ. പെൺകിടാങ്ങൾ, സുന്ദരികളായ പെൺകിടാങ്ങൾ ഇവിടെ പാട്ടുപാടുന്നുണ്ട്. അവരുടെ അതോടൊപ്പം തന്നെ കുന്നിൻ ചായവിലെ പാറകൾ അവർ പോലും നമ്മളെ വിളിക്കുന്നുണ്ട്, വന്നിരുന്നു നുകരുകീ ഭംഗി, വന്നിരുന്ന് ഇവിടെ നിന്നൊന്ന് അനുഭവിക്കൂ ഈ ഭംഗിയൊന്ന്. നിങ്ങൾ എങ്ങോട്ടാണ് ഈ ഓടുന്നത്? നിൽക്കാതോടുന്ന നമ്മളെ നോക്കി നിന്നിച്ചല്ലി കിളികൾ ചിലപ്പൂ. അപ്പം പറയാം, നമ്മളിങ്ങനെ നിൽക്കാതെ ഓടുമ്പോൾ നമ്മളെ നിന്നിച്ചല്ലി, അതായത് നിന്നിച്ചല്ലി എന്ന് പറഞ്ഞാൽ നിന്നിച്ചിട്ടല്ലയോ കിളികൾ ചിലപ്പൂ. കിളികൾ ചിലപ്പൂ എന്ന് പറഞ്ഞാൽ കിളികൾ ഒച്ച ഉണ്ടാക്കുക, ചിലക്കുക എന്ന് പറഞ്ഞാൽ ഒച്ച ഉണ്ടാക്കുക. അപ്പം നമ്മളിങ്ങനെ നിന്നിച്ച് പോയാൽ കിളികൾ, മരത്തിൽ നിൽക്കുന്ന കിളികളൊക്കെ ചിലക്കുന്നത് നമ്മളെ നിന്നിച്ചിട്ടാകും, അതായത് നമ്മളെ അടിച്ചമർത്തിയിട്ടല്ലേ അവർ ചിലപ്പൂ പറഞ്ഞാൽ ഒച്ച ഉണ്ടാക്കൂ. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് നമ്മളോട് നിന്യത മാത്രമേ തോന്നുള്ളൂ ഇങ്ങനെയൊക്കെ ചെയ്താൽ. ഒന്നുകൂടെ ഓർക്കുക, നിൽക്കാതോടുന്ന നമ്മളെ നോക്കി, അതായത് ആരെയും മൈൻഡാക്കാതെ നിൽക്കാതെ ഓടുന്ന നമ്മളെ നോക്കി നിന്നിച്ചല്ലി കിളികൾ, അതായത് നിന്നിച്ചിട്ടല്ലയോ കിളികൾ ചിലപ്പൂ, ഒച്ച ഉണ്ടാക്കൂ, അതറിയില്ല, ശബ്ദമുണ്ടാക്കൂ. അതാണ് ഈ പറയുന്നത്. അല്ലിൽ പോലും സുഗന്ധം പരത്തി മുല്ലപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുമ്പോൾ, അല്ലിൽ എന്ന് പറഞ്ഞാൽ ദുഃഖമുള്ള സമയം, ദുഃഖത്തിൽ പോലും സുഗന്ധം പരത്തി, നല്ല വാസന പരത്തി മുല്ലപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുമ്പോൾ, അതായത് സങ്കടമുള്ള സമയത്ത് നമുക്ക് മുല്ലപ്പൂക്കൾ നല്ല സുഗന്ധം പരത്തി നിൽക്കുമ്പോൾ, ലോല മരീചികൾ നീട്ടി, മരീചി എന്ന് പറഞ്ഞാൽ എന്താണ്, രശ്മി, അടയാളം എന്ന് പറയും. ലോലം എന്ന് പറഞ്ഞാൽ ഐശ്വര്യമായ, മനോഹരമായ രശ്മികൾ നീട്ടി ശ്രീലതാരകങ്ങൾ നോക്കിച്ചിരിക്കെ, ശ്രീല എന്ന് പറഞ്ഞാൽ ഐശ്വര്യമായ താരകൾ എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങൾ നോക്കിച്ചിരിക്കെ, അവകളൊക്കെ നോക്കിച്ചിരിക്കെ അല്ലലാണ് നമുക്കുള്ളിലെങ്കിൽ, ഇവരൊക്കെ നമ്മളെ നോക്കി ഇങ്ങനെ ചിരിച്ചും പാട്ടും പാടി നിൽക്കുമ്പോൾ അല്ലലാണ് നമുക്കുള്ളിലെങ്കിൽ, നമ്മളെ മനസ്സിൽ ആ സമയത്തും ദുഃഖമാണെങ്കിൽ, ഇല്ല ശാന്തി ഇല്ല ശാന്തി, അതായത് ശാന്തി ഇല്ല എവിടെ, ഹൃദന്തത്തിനെങ്കിൽ, ഹൃദന്തം എന്ന് പറഞ്ഞാൽ ഉള്ളിലെങ്കിൽ, അതായത് മനസ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഇന്നിട്ടും ശാന്തി ഇല്ലെങ്കിൽ, ഉത്സവത്തിൻ വിലാസങ്ങൾ പോലും, അതായത് ഉത്സവത്തിൻ്റെ ഭംഗി പോലും, വിലാസം എന്ന് പറഞ്ഞാൽ അവിടെ ഭംഗി പോലും മത്സരത്തിനു മാത്രമാണെങ്കിൽ, അതായത് ഉത്സവത്തിൻ്റെ ആ സമയത്തുണ്ടാകുന്ന ഓരോ ആഘോഷങ്ങൾ വെറും ഒരു ഭംഗിയാണ് നമുക്കെങ്കിൽ, ഫുല്ല സൗന്ദര്യ കാന്തികൾ, അതായത് വിടർന്നു നിൽക്കുന്ന സൗന്ദര്യ കാന്തികൾ, ആ സൗന്ദര്യത്തിൻ്റെ സുന്ദരമായ കാന്തികൾ അത് പുൽകാൻ എന്ന് പറഞ്ഞാൽ നുകരാൻ ഇല്ലതെല്ലും നമുക്കിടയെങ്കിൽ, അതിനെ പുൽകാൻ പോലും നമുക്കിടയെങ്കിൽ അതിനും നമുക്ക് കൈയില്ലെങ്കിൽ, മറ്റൊരു ജീവിതമേതോ, അതായത് അന്തം എന്ന് പറഞ്ഞാൽ അവസാനം അറ്റത്, മറ്റൊരു എന്ന് പറഞ്ഞാൽ അവസാനം അറ്റെന്ന് പറഞ്ഞാൽ അവസാനമില്ലാത്ത ഈ ജീവിതമേതോ പന്തയമെങ്കിൽ, അതായത് ഈ ജീവിതം ഏതോ എന്തിനോ വേണ്ടിയുള്ള ഒരു മത്സരമാണെങ്കിൽ എന്തതിൽ കാമ്യം, അതിലെന്ത് കാര്യമാണ്, നമ്മൾ ചോദിക്കുകയാണ്, ഇങ്ങനെയും അല്ലേ ഈ സൗന്ദര്യകാന്തികൾ പുൽകാൻ ഇല്ല തെല്ലും നമുക്കിടയെങ്കിൽ, അതായത് സൗന്ദര്യത്തെ പുൽകാൻ ഒരു തെല്ല് നിമിഷം പോലും നമുക്കില്ലെങ്കിൽ, മറ്റൊരു ഈ ജീവിതമേത്, അതായത് അവസാനം പൊളിഞ്ഞ, അറ്റത് പറഞ്ഞാൽ അവസാനം മുറിഞ്ഞ ഈ ജീവിതമേതോ പന്തയമെങ്കിൽ, ഈ ജീവിതം നമുക്കൊരു
പന്തയമാണെങ്കിൽ, അതായത് മത്സരമാണെങ്കിൽ എന്തതിൽ കാമ്യം, അതിലെന്താഗ്രഹമാണ് നമുക്കുള്ളത് അല്ലേ? ഇങ്ങനെ ഒന്നിനും മനസ്സ് വെക്കാതെ എന്തിനോ വേണ്ടി ജീവിക്കുന്ന നമുക്ക് എന്ത് കാര്യമാണുള്ളത്? എന്നിട്ട് അവസാനം ചോദിക്കുക, വേവലാതിയാണ് എപ്പോഴുമെങ്കിൽ ഇത്തരം ദുഃഖമാണ് നമുക്കെപ്പോഴും എങ്കിൽ ജീവിതം കൊണ്ട് സാധ്യമെന്താവോ? പിന്നെ ജീവിതം കൊണ്ട് എന്ത് സാധ്യമാണ്, എന്താണ് നമുക്ക് കിട്ടുന്നത് എന്നാണ് ചോദിക്കുന്നത്. വളരെ രസകരമായിട്ടുള്ളൊരു കവിതയാണ്. അപ്പോൾ എല്ലാവരും ശരിക്കും പോലെ ക്ലാസ് ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും.